എല്ലാവർക്കും നിതിൻസ് ഗരാജിൻ്റെ പുതിയൊരു യാത്രാ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മണിമലയിൽ നിന്ന് ധനുഷ്കോടിക്ക് നമ്മുടെ EVL ഒരു യാത്ര പോവുകയാണ്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം 426 കിലോമീറ്റർ ഉണ്ട് ധനുഷ്കോടി. അപ്പം നമ്മൾ 8 മണിയായപ്പോഴാണ് ഇറങ്ങിയത്. അപ്പം നമ്മളിവിടെ കുട്ടിക്കാനത്തെ തേയില വന്ന് നമ്മൾ ചാർജ് ചെയ്യുകയാണ്. ഇപ്പോൾ അവിടെ ഒരു പുതിയ സിയോണിൻ്റെ ഡ്യുവൽ ഗൺ വന്നിട്ടുണ്ട്. ഒരു 120 കിലോവാട്ടിൻ്റെ അടിപൊളി മെഷീനാണ്. നമ്മളിപ്പോൾ അവിടെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ പഴയ ടാറ്റ പവറിൻ്റെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഗോയിസിയുടെ ഒരു ഡ്യുവൽ ഗണ്ണ് മറ്റേ ഓപ്പൺ കിച്ചണിലും ഉണ്ട്. അപ്പം നമ്മളിവിടെ തേയിലയിലാണ് നോർമലി എപ്പോഴും ചാർജ് ചെയ്യാറ്. അപ്പോൾ അവിടെ നിന്ന് ചാർജ് ചെയ്തിട്ട് ഇനിയിപ്പോൾ അടുത്ത ചാർജിങ് മധുരൈ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ചെയ്യണമെന്ന് ഓർത്താണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ യാത്രാവിശേഷങ്ങളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോകൾ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അപ്പം എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യും. സിയോണിൻ്റെ 120യുടെ മെഷീനാണ്, 60 ആയിട്ട്. ഇപ്പം വേറെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ എത്ര ഉണ്ടെങ്കിലും കാര്യമൊന്നുമില്ല. നമുക്ക് പ്രൈമിന് എടുക്കുന്ന അതേ ചാർജ് മാത്രമല്ലേ എടുക്കുകയുള്ളൂ. നമ്മുടെ വണ്ടി ഇപ്പം 2,500,000 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പോൾ ഈ യാത്രയും കൂടെ കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം കുറച്ചധികം കിലോമീറ്റർ ആവും. കിലോമീറ്റർ ആക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നതല്ല, പോകാൻ വേണ്ടി യാത്ര ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യാൻ വരുമ്പോഴത്തേന് ഇതുപോലൊരു കസാര കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിരിക്കും. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഇരിക്കാനൊന്നും സൗകര്യങ്ങളില്ലാത്തടത്ത് നമുക്കിത് സുഖകരമായിട്ട് ഇരുന്ന് പോകാം. ഇത് ഡെക്കാത്തലിൽ നിന്ന് മേടിച്ചാണ്. 1,100 രൂപയോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ വില. അത് നല്ല സൗകര്യമാണ്. ഞങ്ങളുടെ വണ്ടിയിൽ 2 എണ്ണം ഉണ്ട്. ഞങ്ങൾ 2 പേരും കൂടെ പോകുമ്പോൾ എപ്പോഴും ഈ 2 എണ്ണം എടുത്തുകൊണ്ടങ്ങ് പോകും. നമ്മളിപ്പോൾ ലോവർ ക്യാമ്പിലെത്തി. ഇനി അടുത്തത് തേനി. പോകുന്ന വഴിക്ക് നമുക്ക് ചാർജ് സ്റ്റേഷനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവുക. തെങ്ങും തോട്ടവും മലനിരകളും ഇതൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. എന്നാലും നമ്മൾ കുട്ടിക്കാനത്ത് ചാർജ് ചെയ്തിട്ട് പിന്നെ തേനി ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ മൈലേജ് വെച്ച് നമുക്ക് തേനി ചെയ്യാൻ പ്ലാനില്ല. നമ്മൾ നേരെ മധുരയ്ക്ക് പോവാണ്. മധുരയിലൊരു സിയോണിൽ ചെയ്യാവുന്നോർത്താണ് ഇരിക്കുന്നത്. ഉറപ്പായിട്ടും അവിടെ വരെ എത്തും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് പോയി നോക്കാം. പോകുന്ന വഴിക്കാണ് ഇടയ്ക്കൊന്ന് നിർത്തിയതാണ്. റോഡ് സൈഡിൽ നിർത്തുമ്പം വളരെ ശ്രദ്ധിച്ച് വേണം. വഴി നീളെ വൃത്തികേടാക്കിയിട്ടേക്കുവാണ് ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് ഇറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളതുപോലെ ഒന്നും കഴിച്ചില്ല. ഇനിയിപ്പം ചാർജിങ് സ്റ്റേഷൻ അവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയി കഴിക്കണം. ഇന്ന് എന്നിട്ട് രാമേശ്വരത്തോ എവിടെയെങ്കിലും സ്റ്റേ അടിച്ചിട്ട് നാളെ രാവിലെ ധനുഷ്കോടി കാണുക. ഏർലി മോർണിംഗ് പോയി ധനുഷ്കോടിയൊക്കെ കണ്ട് സെറ്റായി തിരിച്ചു പോരുക. നമ്മൾ ഇവിടെ മധുര കഴിഞ്ഞിട്ട് ഒരു 10 കിലോമീറ്ററിനെ കഴിയുമ്പം ടെമ്പിൾ സിറ്റി എന്ന് പറഞ്ഞൊരു ഫുഡ് കോർട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ സിയോണിൽ ചാർജ് ചെയ്തു. ഇനി നേരെ രാമേശ്വരം.
ഇവിടുന്ന് ഏകദേശം 160 കിലോമീറ്ററോളം ഉണ്ട് രാമേശ്വരം. അവിടെ റൂം ഒരെണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് പിറ്റേ ദിവസം നാളെ രാവിലെ നമ്മൾ ധനുഷ്കോടിക്ക് പോകും. അപ്പോൾ ഇവിടുന്ന് സിയോണിൻ്റെ ഒരു മെഷീനാണ്, നല്ല മെഷീനാണ്, 120 കിലോ വാട്ടിൻ്റെ മെഷീൻ. നമ്മൾ രാവിലെ ഇവിടെ ചാർജ് ചെയ്ത സെയിം മെഷീൻ തന്നെ, കുട്ടിക്കാനത്ത് ചാർജ് ചെയ്ത സെയിം മെഷീൻ തന്നെ. നല്ലൊരു ഹോട്ടലും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ചാർജ് ചെയ്യാൻ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പം കറണ്ടൊക്കെ പോയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും വന്ന് ചാർജിങ്ങിനിട്ട് ഇപ്പോൾ ഏകദേശം 95% 100 നമ്മൾ ഇവിടുന്ന് തിരിക്കും. നമ്മൾ കുട്ടിക്കാനത്ത് നിന്ന് ചാർജ് ചെയ്തിട്ട് ഏകദേശം 194 കിലോമീറ്റർ ഇന്ന് നെക്സോൺ EV പ്രൈം ഓടിച്ചു. ഇവിടെ വരുമ്പോൾ 20% ബാലൻസ് ഉണ്ടായിരുന്നു ഈ ചാർജിങ് സ്റ്റേഷനിൽ വരുമ്പോൾ. ഇറക്കമൊക്കെ ആയതുകൊണ്ടായിരിക്കും അത്രയും കിട്ടിയത്. അതിനകത്തൊരു 40 കിലോമീറ്ററോളം AC ഇടാതെ ഓടിച്ചു. ബാക്കിയെല്ലാം AC ഇട്ട് തന്നെയാണ് പോയത്. നമ്മളീ പോകുന്നതിൻ്റെ വലത്തുവശത്ത് കടല, തൊട്ടടുത്ത് കടല, ഇടതുവശത്ത് കുറച്ച് മാറി കടല. നമ്മളിപ്പം ഒരു നടുക്കൂടെ ഒരു പാസേജിൽ കൂടെ അങ്ങ് പോവുകയാണ്. നമ്മളിപ്പം വലിയ താമസിക്കാതെ പാമ്പം പാലത്തേക്ക് കയറും. അങ്ങനെ ധനുഷ്കോടിയിലോട്ട് ഞങ്ങൾ രാമേശ്വരത്താണ് റൂം ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ പാമ്പം പാലത്തേക്കൂടെ കയറിയിട്ട് വേണം നമുക്ക് രാമേശ്വരത്തിലോട്ട് പോകാൻ. അവിടെ ഒരു ചാർജിങ് സ്റ്റേഷനും ഉണ്ട്, അവിടെ ചാർജ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വണ്ടിയിൽ ഇപ്പം 30%. നമ്മൾ ഏകദേശം 156 കിലോമീറ്റർ മറ്റേ മധുരയിൽ നിന്ന് ഓടി ഇവിടെ എത്തിയേക്കുന്നു. നമ്മൾ രാമേശ്വരത്തിലുള്ള സിയോണിൻ്റെ ചാർജിങ് സ്റ്റേഷനാണ്. ഇന്ന് മുഴുവൻ സിയോണായിരുന്നു. ഈ മെഷീന് ചാർജ് എത്രയാണെന്നറിയാമോ? 30 രൂപ 90 പൈസയാണ്, GST ഉൾപ്പെടെ. ഞാനൊരു 667 രൂപ ഉണ്ടായിരുന്നു. 20%-ൽ നിന്ന് 75% ആയപ്പോഴത്തേനും അത് തീർന്നു പോയി. അത്ര ചാർജാണ്. ഇത് ഇവിടെ രാമേശ്വരത്താണ്, ഒരു ഹോട്ടലിലാണ്, വിനായക പോപ്പീസ് എന്നാണ് പറഞ്ഞൊരു ഹോട്ടലിലാണ്. നമ്മളിവിടെയാണ്, വിനായക ബൈ പോപ്പീസിലാണ് നമ്മൾ ചാർജ് ചെയ്തേക്കുന്നത്. ഇവിടെ ചാർജ് സിയോണിൻ്റെ തന്നെ ചാർജിങ് സ്റ്റേഷനാണ്. നമ്മൾക്കിന്നത് 3ാമത്തെ ചാർജിങ് സ്റ്റേഷനാണ് സിയോണിൻ്റെ. ഇവിടെ ചാർജ് ചെയ്തിട്ട് നമ്മൾ ഈ റൂമിൽ പോയി കിടക്കും. നാളെ രാവിലെ ധനുഷ്കോടി പോയിട്ട് തിരിച്ചു പോകും. ഈ ഹോട്ടൽ ഗണേഷിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞു. നല്ല ഹാർഡ് വാട്ടറാണ്. നീ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ 6 മണിക്ക് ധനുഷ്കോടി പോകണം. അപ്പോൾ നമ്മൾ രാവിലെ ധനുഷ്കോടിക്ക് പോവുകയാണ്. ഇനിയൊരു 5-6 കിലോമീറ്റർ കൂടെ ഉണ്ട്. അവിടെ 6 മണി തൊട്ടേ എൻട്രി ഉള്ളെന്നാണ് പറഞ്ഞത്. നമ്മൾ അവിടുത്തെ കാഴ്ചാവിശേഷങ്ങളുമായിട്ട് വരാം. ഇപ്പം സൺറൈസിൻ്റെ സമയമാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ലോട്ടർഷയിലെ ഒരു കോവിലുണ്ട്, അവിടെ അങ്ങോട്ടുള്ള തിരക്കാന്ന് തോന്നുന്നു. വാവ്. ഞങ്ങളിപ്പം ധനുഷ്കോടിയിലാണുള്ളത്. നല്ല കാറ്റും സൺറൈസും ഒക്കെ കാണാൻ പറ്റി. കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ മറ്റേ ശ്രീലങ്കയിലെ കാറ്റ് കാരണം ഭയങ്കര റഫായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്.
right. Rhythm and yes, it's a rhythm and jump. People sipping champagne, hearts begin to pump. Mamdula fascia, let the bass line take control. Pump it up, start to swing, let the music fill your soul. Rhythm this, rhythm that, and a beat so alive. Feeling okay, yeah, but still I survive. I'm a rebel dancing through the night. Rhythm with me, baby, let the stars align. Boom, sugar love, girl, open up your mind. I'm a rebel rhythm man, maybe one of a kind. I'm a rhythm man, yes, gonna make my way. Open your heart, I'm your escape today. Get away, you're my getaway. Get away, baby, I need to break free today. Get away, you're my escape tonight. Get away into the neon light. Baby, feeling so undone. Come back again with the beat of a drum on the party. I'm the dance man supreme, flipping around to a rhythm unseen, drinking cocktails full of passion and flair. Party people moving with the style so rare. In the club, man, on the dance floor, everybody grooving, searching for more. Get away, you're my getaway. Get away, baby, I want to break free today. Get away, you're my escape tonight. Get away into the neon light. ഭയങ്കര രസമാണ് കാണാൻ, ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ഇങ്ങനൊരു ഇതാദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുവാണ്. ഇതുപോലൊരു എന്നാ പറയുന്ന ക്ലിയർ സ്കൈയും നല്ല കടലിലെ നല്ല കാറ്റ്. ഈ സൈഡിൽ ഈ രണ്ട് സൈഡും കടൽ, രണ്ട് സൈഡും. ഇന്നത്തെ രസം എന്ന് വെച്ചാൽ ഒരു കടലിൽ റഫും തിരമാലകളും എല്ലാം ഉണ്ട്, ഒരിടത്ത് വളരെ കാം ആൻഡ് ക്വയറ്റാണ്. ഈ വെട്ടമൊക്കെ കാണുമ്പം എല്ലാവരും വിചാരിക്കും ഞങ്ങൾ നട്ടുച്ചയ്ക്കാണ് വന്നേക്കുന്നതെന്നല്ല. രാവിലെ 6:45 കഴിഞ്ഞതേ ഉള്ളൂ. സൂര്യൻ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നല്ല വെട്ടമാണ്, നല്ല വെട്ടവും നല്ല ചൂടുമാണ്. പക്ഷെ ഭയങ്കര ഭംഗിയാണ്. ആദ്യമായിട്ടാണ് ഇഷ്ടോടി വരുന്നത്. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണങ്ങ് അട്രാക്റ്റഡ് ആയിപ്പോൾ. അതുപോലെ നല്ലൊരു സ്ഥലമാണ്. പക്ഷെ ഇവിടെ താമസിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളവും കാര്യങ്ങളും ഒക്കെ വളരെ വളരെ മോശമാണ്. അതിനകത്തൊന്നും പറയാനില്ല, അത്രയ്ക്കും മോശം. നമ്മൾ ധനുഷ്കോടി വരുവാണെങ്കിൽ രാവിലെ വരാൻ ശ്രമിക്കുക. രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല കാഴ്ചകളാണ്. സൂര്യൻ ഉദിച്ചു വരുന്നതൊക്കെ നല്ല രീതിയിൽ നമുക്ക് പിക്ചറൈസ് ചെയ്യാൻ പറ്റും. നല്ലൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഇവിടെയും വരെ വന്നതിൽ ഇത്ര കിലോമീറ്റർ ഓടി വന്നതിൽ നഷ്ടമൊന്നുമില്ല. നല്ല കാറ്റും നല്ല കാലാവസ്ഥയും. കഴിഞ്ഞ ദിവസം വരെ പക്ഷേ അത്ര നല്ല കാലാവസ്ഥയല്ലായിരുന്നു ഇവിടെ പറയുന്നത് കേട്ടോ. ശ്രീലങ്കയിൽ ആ കാറ്റടിച്ചപ്പോഴത്തേന് അതിൻ്റേതായ ചില പ്രശ്നങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു. എന്നാലും ഇന്നിപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല സമാധാനപരമായ അന്തരീക്ഷം.
കാണുന്ന എല്ലാം ഉപ്പുപാടത്തിൽ കൂടെയാണ് സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും നോക്കിയിരുന്നു, ഇപ്പം കാണാം ഉപ്പുപാടം. നമ്മൾ ഇപ്പം ചാർജ് ചെയ്യുന്നത് തൂത്തുക്കുടിയിലുള്ള റീജൻസി GRT എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ റീജൻസി എന്ന് പറഞ്ഞ ഹോട്ടലിലുള്ള സിയോണിൻ്റെ ചാർജറിലാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരുനെൽവേലി, അതും GRTയുടെ ഹോട്ടലിലാണ് ചാർജ് ചെയ്യുന്നത്. അത് ഇവിടെ തിരുനെൽവേലിയിൽ, അതും സിയോണിൻ്റെ മെഷീൻ. ആ മെഷീൻ കഴിഞ്ഞ ദിവസം ചാർജ് ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ തെരിക്കാട് കാണാൻ പോയപ്പോൾ നമ്മൾ ചാർജ് ചെയ്തതാണ്. എൻ്റെ വണ്ടി 92%. തമിഴ്നാട്ടിലെ ചാർജിങ് എല്ലാം നല്ല എക്സ്പെൻസീവാണ്. കിലോ വാട്ടിന് 30 രൂപ വെച്ച് കോസ്റ്റ് ആകുന്നുണ്ട്. ചാർജിങ്ങിന് നല്ല തുകയാകുന്നുണ്ട് തമിഴ്നാട്ടിൽ. അവിടെ എല്ലാം കൂട്ടി കയറുക കണ്ടോ. ഇവിടുത്തെ ഒന്ന് ഗ്ലാസ് ഒന്നാകത്തെ ഇതാണ് തെരിക്കാട് റെഡ് സാൻഡ് ഡെസേർട്ട് എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ തിരുച്ചെന്തൂരിനടുത്തുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ കുറേ ഏരിയ ഇങ്ങനെ ഈ ചുമല കളറിലുള്ള സാൻഡാണ്. എന്തുകൊണ്ടാണ് വരുന്നതെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ അന്ന് ഒരു ദിവസം ഞങ്ങൾ വന്നിരുന്നു. പക്ഷേ അന്ന് ഇച്ചിരി രാത്രിയായി പോയതുകൊണ്ട് നമുക്ക് നല്ല വിഷ്വൽസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഇവിടെ വരാണ്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ഇന്നിവിടെ എത്തിയതാണ്. അത്യാവശ്യം നല്ല കാറ്റുമുണ്ട്. കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം ഈ റെഡ് സാൻഡ് ഡെസേർട്ടിൻ്റെ വിഷ്വൽസ് ഉൾപ്പെടുത്താൻ പറ്റാഞ്ഞുകൊണ്ട് ഈ പ്രാവശ്യം അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.